ഗീതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കാടമുട്ട ഫ്രൈ ആണ്. അതിനായി തക്കാളി ചെറുതായി അരിഞ്ഞത്, സബോള, കാടമുട്ട, മുരിങ്ങയില. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം. അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം, പുഴുങ്ങിയെടുക്കാം. അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. നന്നായി ഇത് വാട്ടിയെടുക്കാം. സബോള അങ്ങനെ വാടി കളർ മാറി വരുന്ന സമയം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും നല്ലതുപോലെ വാടി ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില അങ്ങനെ വാടി വന്നിട്ടുണ്ട്. തീ കുറച്ചതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കാം. എല്ലാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, വറ്റൽമുളക്, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ. നല്ലതുപോലെ വെള്ളം എല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാടമുട്ട നടുമുറിച്ചത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കാടമുട്ട മുരിങ്ങയില ഫ്രൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. ഇത് അപ്പം, ചപ്പാത്തി, പൂരി, ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്